എല്ലാവർക്കും ഡിസൈറിൻ്റെ ക്ലാസ്സസിലേക്ക് +1 ഓൺലൈൻ ക്ലാസ്സസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ പ്രോപ്പർട്ടീസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം ആയിരുന്നു. അതിൽ 2 കാര്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു: സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്രോത്ത് ക്യാരക്ടറാണ്, ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. റീപ്രൊഡക്ഷൻ ക്യാരക്ടറാണ്, പക്ഷേ ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. മെറ്റബോളിസം ക്യാരക്ടറാണ്, ബട്ട് അതുപോലെ തന്നെ ഡിഫൈനിങ് പ്രോപ്പർട്ടിയുമാണ്. ടുഡേ നൗ വി ആർ ഡിസ്കസിങ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ഈ ഭൂമുഖത്ത് കാണുന്ന ഏതൊരു ജീവജാലമായാലും ശരി, അതിൻ്റെ ശരീരത്തെ ഉണ്ടാക്കി വെച്ച് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഒന്നോ അതിൽ കൂടുതൽ സെല്ല് വെച്ചോ. ഈച്ച് ആൻഡ് എവറി ലിവിങ് ഓർഗാനിസം ഇൻ ദി വേൾഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 1 or more than 1 cell. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും ഉണ്ടാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒന്നോ അതിൽ കൂടുതലോ സെല്ലാണ്. ഓർഗാനിസം വിച്ച് കൺസിസ്റ്റ് ഓഫ് 1 cell. ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസത്തിന്റെ പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഏകകോശ ജീവികളെന്ന് മലയാളത്തിൽ പറയും. ഒന്നിൽ കൂടുതൽ സെല്ല് കാണപ്പെടുന്ന ഓർഗാനിസത്തെ വി കോൾ ഇറ്റ് as what? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ആ ഓർഗാനിസത്തെ എന്ത് വിളിക്കാം? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഉണ്ട്. 2 ടൈപ്പ് ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഏതൊരു യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആവട്ടെ, അതിൻ്റെ ബോഡി ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ആ ബോഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സെല്ലിനെ ബിൽഡപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് വി കോൾ ഇറ്റ് as what? സെല്ലുലാർ ഓർഗനൈസേഷൻ. ഓക്കെ, ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് 1 or more than 1 cell. ഓക്കെ, നമുക്ക് നോക്കാം സെല്ലിന്റെ ബിൽഡപ്പ്. ആദ്യം ഓർഗനൽസ് ഉണ്ടായിരിക്കും. ആദ്യം എന്തുണ്ടായിരിക്കും? മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. ആദ്യം എന്ത് കാണും? മോളിക്യൂൾസ് കാണും. മോളിക്യൂൾസ് എല്ലാം കൂടെ ചേരുമ്പോൾ അത് സെൽ ഓർഗനൽസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? സെൽ ഓർഗനൽസ്. മോളിക്യൂൾസ് ചേരുമ്പോൾ അത് സെൽ ഓർഗനൽസ് ആയിട്ട് മാറും. സെൽ ഓർഗനൽസ് എല്ലാം കൂടെ ചേരുമ്പോൾ അത് സെല്ലായിട്ട് മാറും. എന്തായിട്ട് മാറും? സെല്ലായിട്ട് മാറും. സെല്ലെല്ലാം കൂടെ ചേർന്നത് ടിഷ്യൂസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ടിഷ്യൂസ് ആയിട്ട് മാറും. ടിഷ്യൂസ് എല്ലാം കൂടെ ചേരുമ്പോൾ അത് ഓർഗൻ ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഓർഗൻസ് ആയിട്ട് മാറും. ഓർഗൻസ് എല്ലാം കൂടെ ചേരുമ്പോൾ ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്? ഓർഗൻ സിസ്റ്റം. ഈ ഓർഗൻ സിസ്റ്റം എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഓർഗാനിസം ഉണ്ടാവുക. ഇങ്ങനെയാണ് ഒരു ഓർഗാനിസത്തിന്റെ ബിൽഡപ്പ്. ഒരു ഹയർ ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ബിൽഡപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ എന്തുണ്ടായിരിക്കും? ഫസ്റ്റ് അതിൽ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. മോളിക്യൂൾസ് എല്ലാം കൂടി ഒന്നു ചേരുമ്പോൾ സെൽ ഓർഗനൽ. സെല്ലിന്റെ അകത്ത് കാണുന്ന മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്ന സെൽ ഓർഗനൽസ് ഫോം ചെയ്യും. ഓർഗനൽസ് എല്ലാം കൂടി ചേരുന്നതാണ് ഒരു സെൽ. ഒരു കോശം എന്ന് പറയുന്ന സെൽ ഉണ്ടാകുന്നു. സെല്ലെല്ലാം കൂടി ചേരുമ്പോൾ അതൊരു ടിഷ്യൂ ആയിട്ട് മാറും, അല്ലെങ്കിൽ കലകൾ എന്നറിയപ്പെടുന്നുണ്ട്. ടിഷ്യൂ ആയിട്ട് മാറും. ടിഷ്യൂസ് എല്ലാം കൂടി ചേരുമ്പോൾ അത് ഒരു ഓർഗൻ ആയിട്ട് മാറുന്നുണ്ട്. എന്തായിട്ട് മാറുന്നുണ്ട്? ഓർഗൻസ്. ഓർഗൻസ് എല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറ്റ്സ് കാൾഡ് വാട്ട്? ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറും. എന്തായിട്ട് മാറുന്നുണ്ട്? ഓർഗൻ സിസ്റ്റം. ഓർഗൻ സിസ്റ്റം എല്ലാം കൂടി ചേരുമ്പോൾ അത് ഒരു ഓർഗാനിസം, ഒരു ജീവിയായിട്ട് മാറും. അവയവ വ്യവസ്ഥകളെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു ഓർഗാനിസം ആയിട്ട് മാറും. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെന്റ് ഏതൊക്കെയാണ്? മോളിക്യൂൾസ്, സെൽ ഓർഗനൽസ്, സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. ഇതൊരു കറക്റ്റ് ഓർഡർ ആണ്. ഈ ഓർഡർ തെറ്റിക്കരുത്. ചിലപ്പോൾ ഈ ഓർഡർ കറക്റ്റ് അത് മിക്സ് ചെയ്ത് തന്നിട്ട് കറക്റ്റ് ഓർഡർ എഴുതാൻ വേണ്ടി ചിലപ്പോൾ എക്സാമിന് ചോദിക്കൂ എന്ന് വരാം. മോളിക്യൂൾസ്, സെൽ ഓർഗനൽസ്, സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം.
ഏതൊരു ഹയർ അനിമൽസിന്റെ ബോഡി എടുത്താലും ഇതുപോലെ ഓർഗനൈസേഷൻ കാണും. ചിലതിന് സെല്ല് വരെ കാണും, ചിലതിന് ടിഷ്യൂ വരെ കാണും, ചിലതിന് ഓർഗൻ വരെ കാണും, ചില ജീവിക്ക് ഓർഗൻ സിസ്റ്റം വരെ കാണും. നമ്മളെ പോലുള്ള ഹയർ അനിമൽസിന് ഓർഗൻ സിസ്റ്റം വരെയാണ്, അതാണ് ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നത്. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് വി കോൾ ഇറ്റ് as what? സെല്ലുലാർ ഓർഗനൈസേഷൻ. മോളിക്യൂൾസ്, സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. ഏതൊക്കെ ഉണ്ടായിരിക്കും? മോളിക്യൂൾസ്, സെൽ ഓർഗനൽസ്, സെൽസ്, ടിഷ്യൂ, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. This is known as what? Cellular organization. ഇതൊരു ലിവിംഗ് തിങ്സിൽ മാത്രമാണ് എന്ത് കാണപ്പെടുന്നത്? ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ കാണപ്പെടുന്നത്. അതേസമയം നോൺ ലിവിംഗ് ഒബ്ജക്റ്റിൽ എന്തില്ല? സെല്ലുലാർ ഓർഗനൈസേഷൻ ഇല്ല. അപ്പൊ ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ ഒരു ക്യാരക്ടറുമാണ്, ലൈഫിനെ ഡിഫൈൻ ചെയ്യാവുന്ന പ്രോപ്പർട്ടിയുമാണ്. ഓക്കെ, സെല്ലുലാർ ഓർഗനൈസേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? സെല്ലുലാർ ഓർഗനൈസേഷൻ മീൻസ് വാട്ട്? ദ അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ ബോഡിയുടെ അകത്തുള്ള അറേഞ്ച്മെന്റ് ആണ്. മോളിക്യൂൾസ്, സെൽ ഓർഗനൽസ്, സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം ആൻഡ് ഓർഗാനിസം. ഇതിനെയാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അത് ലിവിംഗ് തിങ്സിൽ മാത്രമേ ഉള്ളൂ. നോൺ ലിവിംഗ് തിങ്സിനാകുമ്പോൾ അത് മോളിക്യൂൾസോ അല്ലെ ആറ്റംസോ മോളിക്യൂൾസോ വരെ മാത്രമേ നോൺ ലിവിംഗ് ഒബ്ജക്റ്റിനുള്ളൂ. ലിവിംഗ് തിങ്സിനായിരിക്കും അത് പിന്നെ സെല്ലാവും. ചിലതിന് സെല്ല് വരെ, ചില ഓർഗാനിസം ടിഷ്യൂ വരെ, ചിലതിന് ഓർഗൻസ് വരെ, ചിലതിന് ഓർഗൻ സിസ്റ്റം വരെ. നമ്മൾ മനുഷ്യനെ പോലുള്ള ഹയർ അനിമൽസിന് എവിടെ വരെയാണ് ഉള്ളത്? ഓക്കെ, എവിടെ വരെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഓർഗൻ സിസ്റ്റം ഓർഗാനിസംസ് ആണ്. ഓർഗൻ സിസ്റ്റം വരെയാണ് അതിന്റെ ഓർഗനൈസേഷൻ കാണപ്പെടുന്നത്. ഇതിനെ സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നു. അതൊരു ക്യാരക്ടറുമാണ്, ലൈഫിനെ ഡിഫൈൻ ചെയ്യാവുന്ന പ്രോപ്പർട്ടിയുമാണ്. ഇനി ലാസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏതാണ്? കോൺഷ്യസ്നസ്. കോൺഷ്യസ്നസ് എന്ന വാക്കിന്റെ കറക്റ്റ് മലയാളം ബോധം എന്നാണ്. കോൺഷ്യസ്നസ് മീൻസ് ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ലിവിംഗ് ഓർഗാനിസം ടു സെൻസ് ഇറ്റ്സ് എൻവയോൺമെന്റ്. ഒരു ജീവിക്ക് അതിന്റെ ചുറ്റുപാടും സെൻസ് ചെയ്യാനുള്ള കഴിവും ആ ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റൽ സെൻസ് ചെയ്യാനുള്ള കഴിവും അവിടെ ഉണ്ടാകുന്ന സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ഓർഗാനിസം ടു സെൻസ് ദെയർ സറൗണ്ടിങ് ആൻഡ് റെസ്പോണ്ട് ടു എൻവയോൺമെന്റൽ സ്റ്റിമുലായി. നമുക്കറിയാം, നമ്മൾ ചൂടുള്ള ഒബ്ജക്റ്റിൽ തട്ടുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യപ്പെടും? കൈ പെട്ടെന്ന് പിൻവലിക്കും. ഓക്കെ, തിളച്ച എണ്ണയിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കൈയുടെ വിരലുകൾ നോക്കിയിട്ട് ഹൈ ഫിംഗർ ചിപ്സ് എന്ന് പറഞ്ഞ് നടക്കില്ല. കാരണം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാം. ഒരിക്കലും ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ സൂചി ആയപ്പോലും നമ്മളത് കണ്ണിൽ കുത്തി കളിക്കില്ല. കാരണം അത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതിനെയാണ് കോൺഷ്യസ്നസ്, ബോധം എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ദി, I repeat once again, consciousness means it is the ability of organism to sense their surrounding, sense their environment and respond to environmental stimuli. എൻവയോൺമെന്റിനനുസരിച്ച് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സെൻസ് ചെയ്യാനുള്ള, എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യാനുള്ള കഴിവും ആ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ. നമ്മൾ വെയിൽ ഉണ്ടാകുമ്പോൾ വെയിൽ കൊള്ളാതെ എങ്ങനെ കുട പിടിച്ച് പോകും, മഴയാകുമ്പോഴും കുട പിടിച്ച് പോകുന്നു. അതൊരു സ്റ്റിമുലസ് ആണ്, ഒരു എൻവയോൺമെന്റൽ സ്റ്റിമുലസ് ആണ്. തണുപ്പുണ്ടാകുമ്പോൾ തണുപ്പിനെ ഓവർകം ചെയ്യാനുള്ള ജാക്കറ്റ് ധരിച്ചായിരിക്കാം നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോവുക. ഇതൊക്കെയാണ് കോൺഷ്യസ്നസ്, ബോധം എന്നറിയപ്പെടുന്നുണ്ട്. Okay, once again I repeat, it is the ability of organism to sense their environment and respond to environmental stimuli. എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യാനും ആ എൻവയോൺമെന്റൽ സ്റ്റിമുലസിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുമുള്ള ആ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറ്റ്സ് നോൺ ആസ് വാട്ട്? ഇതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്ന? ഇറ്റ്സ് നോൺ ആസ് വാട്ട്? കോൺഷ്യസ്നസ്. ഓക്കെ, ഓൾ ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദിയർ സറൗണ്ടിങ്. ഏതൊരു ഓർഗാനിസം ആയാലും അതിന് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് അതിനൊരു അവയർനെസ് ഉണ്ട്. ഒരു പ്ലാന്റ് ആവട്ടെ, ആനിമൽ ആവട്ടെ, ഏതൊരു ഓർഗാനിസം ആവട്ടെ, ഓൾ ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദിയർ സറൗണ്ടിങ്. അതിന്റെ സറൗണ്ടിങ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാ ജീവജാലങ്ങൾക്കും കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദിയർ സറൗണ്ടിങ്സ്. ഓക്കെ, ഈ കോൺഷ്യസ്നെസ്സിൽ ഏറ്റവും കൂടുതൽ കോൺഷ്യസ്നെസ് ഉള്ള ഒരു ഓർഗാനിസമാണ് ഹ്യൂമൻസ്.
ഹ്യൂമൻസ് ആർ ദി ഒൺലി ഓർഗാനിസം വിത്ത് സെൽഫ് കോൺഷ്യസ്നെസ്. ഇതിലെ കോൺഷ്യസ്നെസ്സിൽ തന്നെ സെൽഫ് കോൺഷ്യസ്നെസ് മീൻസ് സ്വബോധം. ഈ സ്വബോധം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. നമുക്ക് ആരോട് എങ്ങനെ എന്ത് സംസാരിക്കണം എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ അല്ല നമ്മുടെ അച്ഛൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത്. ഓക്കെ, എന്ത് എങ്ങനെ സംസാരിക്കണം, എവിടെ എങ്ങനെ പെരുമാറണം എന്നെല്ലാം തീർച്ചയായിട്ടും ഒരു മുതിർന്ന ഒരാളിന്, കൃത്യമായിട്ട് ഒരു മുതിർന്ന ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും അറിയാമായിരിക്കും. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്? ദാറ്റ്സ് നോൺ ആസ് വാട്ട്? സെൽഫ് കോൺഷ്യസ്നെസ്. ഹ്യൂമൻസ് ആർ ദി ഒൺലി ഓർഗാനിസംസ് ഹാവിങ് സെൽഫ് കോൺഷ്യസ്നെസ്. സ്വബോധം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. ഓക്കെ, അതാണ് അവൻ്റെ കൾച്ചർ എന്ന് പറയുന്ന സെൽഫ് കോൺഷ്യസ്നെസ് ആയിട്ടുള്ള സ്വബോധം. എന്താണ് ഇത്? മദ്യപിക്കുമ്പോൾ ഈ സാധനം പോവും. അതാണ് ഒരു മദ്യപാനി വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും, റോഡിൽ കിടക്കും. എന്തുകൊണ്ടാണ്? അയാളുടെ സെൽഫ് കോൺഷ്യസ്നെസ് പോയി, സെറിബെല്ലത്തിന്റെ, തലച്ചോറിന്റെ സെറിബെല്ലത്തിന്റെ കൺട്രോളും പോയി. പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുക, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക. ബിക്കോസ് അയാൾക്ക് എന്ത് പോയി? അയാളുടെ സെൽഫ് കോൺഷ്യസ്നെസ്, ബോധം തന്നെ പോയി. സെൽഫ് കോൺഷ്യസ് തീരെ ഇല്ല, ബോധവും നഷ്ടപ്പെട്ടു. അതിനെയാണ് ഇതൊരു എന്ത് തന്നെയാണ്? ഒരു പ്രോപ്പർട്ടിയുമാണ്. അതുപോലെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാവുന്ന പ്രോപ്പർട്ടിയുമാണ്. ഓക്കെ, ഇതൊരു ക്യാരക്ടറിസ്റ്റിക്, ഒരു ലിവിങ് തിങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സുമാണ്. അതുപോലെ തന്നെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാവുന്ന പ്രോപ്പർട്ടിയുമാണ് കോൺഷ്യസ്നെസ്. ഇതിനെയാണ് ബോധം എന്നറിയപ്പെടുന്നത്. കോൺഷ്യസ്നെസ് മീൻസ് എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ടു സെൻസ് ഇറ്റ്സ് എൻവയോൺമെന്റ് ആൻഡ് റെസ്പോണ്ട് ടു എൻവയോൺമെന്റൽ സ്റ്റിമുലൈ. എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യാനുള്ള, പരിസ്ഥിതിയെ ചുറ്റുപാടും സെൻസ് ചെയ്യാനുള്ള കഴിവിനെയും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇറ്റ്സ് നോൺ ആസ് വാട്ട്? ഇതിനെയാണ് കോൺഷ്യസ്നെസ് എന്നറിയപ്പെടുക. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദിസ് സറൗണ്ടിങ്. ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെ ചുറ്റിൽ നടക്കുന്ന എന്താണെന്ന് കൃത്യമായിട്ടും അറിയാം. ഹ്യൂമൻസ് ആർ ദി ഒൺലി ഓർഗാനിസം വിത്ത് വാട്ട്? സെൽഫ് കോൺഷ്യസ്നെസ്. ഇതിലെ സെൽഫ് കോൺഷ്യസ്നെസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ജീവജാലം ആര് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സെൽഫ് കോൺഷ്യസ്നെസ് കാണിക്കുന്ന ഓർഗാനിസം ഹ്യൂമൻസ് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കാണ്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നെസ്. ഇതിന് എക്സാംസിന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഈസ് മെറ്റബോളിസം ക്യാൻ ബി കൺസിഡേർഡ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്? കമന്റ്. ഓക്കെ, ഈസ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും വരാം. ഈസ് മെറ്റബോളിസം ക്യാൻ ബി കൺസിഡേർഡ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്? മെറ്റബോളിസത്തെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫായിട്ട് കണക്കാക്കാമോ? കമൻറ്റ് ചെയ്യുക, നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളത് എന്താണ് മെറ്റബോളിസം, അതൊരു ക്യാരക്ടറുമാണ്, ലൈഫ് ഡിഫൈനിങ് പ്രോപ്പർട്ടി. അപ്പോൾ കോൺഷ്യസ്നെസ്സും അങ്ങനെ ചോദിക്കാം. ക്യാൻ കോൺഷ്യസ്നെസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലൈഫ്? കോൺഷ്യസ്നെസ്സിന് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കാൻ സാധിക്കുമോ? അപ്പോൾ നമുക്ക് എന്താണ് കോൺഷ്യസ്നെസ് എന്ന് എഴുതണം. അതൊരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണ് എങ്കിൽ ആണെന്ന് തന്നെ തീർച്ചയായിട്ടും എഴുതണം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടോപ്പിക്കിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കണം. തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, അതിലെ ഈ ചാപ്റ്ററിലെ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. ഒരു ചെറിയ ടോപ്പിക്കാണ്. ദാറ്റ്സ് നോൺ ആസ് വാട്ട്? ബയോഡൈവേഴ്സിറ്റി. സെക്കൻഡ് ടോപ്പിക്കാണ്. ഇറ്റ്സ് നോൺ ആസ് വാട്ട്? ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി ഓർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, മലയാളത്തിൽ ഇതിനെ ജൈവ വൈവിധ്യം എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി മീൻസ് the number and type of organism present on earth is known as biodiversity. ഭൂമിയിൽ ഏതൊക്കെ തരത്തിലുള്ള ജീവജാലങ്ങൾ കാണപ്പെടുന്നുണ്ട് അതിനെ എല്ലാത്തിനെയും കൂടി ഒത്തുചേർത്തിട്ടാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ദാറ്റ്സ് നോൺ ആസ് വാട്ട്?
ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. എന്തുമാത്രം നമ്മളിപ്പോൾ വീട്ടിന് ചുറ്റും പരിസരം കണ്ണോടിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും പക്ഷികളും ദെൻ പലതരം ഉറുമ്പുകളും പല ടൈപ്പിലുള്ള അനിമൽസിനെയും പ്ലാന്റ്സിനെയും കാണാൻ പറ്റും. അങ്ങനെ ഈ ലോകം മുഴുവനുള്ള സർവ്വ ജീവജാലങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ആ ഒരു വൈവിധ്യത്തെയാണ് ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്തറിയപ്പെടുന്നുണ്ട്? ഇറ്റ്സ് നോൺ ആസ് വാട്ട്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്തറിയപ്പെടുന്നുണ്ട്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഈ ഭൂമിയിൽ ഏകദേശം 1.7 to 1.8 മില്യൺ, അതായത് 1.7 മില്യൺ തൊട്ട് 1.8 മില്യൺ, അതായത് 17 ലക്ഷം തൊട്ട് 18 ലക്ഷത്തോളം ജീവജാലങ്ങളെ കണ്ടെത്തി ശാസ്ത്രീയമായി പേര് നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഇതുവരെ 1.7 to 1.8 million organisms are find out and given their scientific name. കണ്ടെത്തി പേര് നൽകിയിട്ടുണ്ട്. നമ്പർ ഓഫ് സ്പീഷീസ് ഡിസ്ക്രൈബ്ഡ് ആസ് 1.7 to 1.8 million. 1.7 to 1.8 million ആണ്. ഇതിലെ 70% 17 മുതൽ 18 ലക്ഷം ഉള്ളതിൽ 70% എന്താണ്? ആനിമൽസ് ആണ് കാണപ്പെടുന്നത്. അതിൽ 70% ആനിമൽസ് ആണ് കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്തറിയപ്പെടുന്നുണ്ട്? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. വേറൊന്നുമല്ല, ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ തരത്തിലുള്ള ചെടികളും മരങ്ങളും പക്ഷികളും മൃഗങ്ങളും ഫംഗസുകളും എല്ലാ ഓർഗാനിസത്തെയും കൂടി ബാക്ടീരിയകളും എല്ലാത്തിനെയും കൂടെ ഒന്നു ചേർന്നുള്ള അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ഇറ്റ്സ് നോൺ ആസ് വാട്ട്? ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്ത് വിളിക്കാം? ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ജീവജാലങ്ങൾ 17 മുതൽ 18 ലക്ഷത്തോളം ജീവജാലങ്ങളെയാണ്. ഇത്ര മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ ബയോഡൈവേഴ്സിറ്റി. ഇത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഇലാബറേറ്റ് ആയിട്ട് നിങ്ങൾ പ്ലസ് ടുവിന് എത്തുമ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നൊരു ചാപ്റ്റർ തന്നെ ഇലാബറേറ്റ് ആയിട്ട് അതിൻ്റെ ലെവൽസ് ഏതൊക്കെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പാറ്റേൺസ് ഏതൊക്കെയാണ് എന്നെല്ലാം ഇലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്കാണ്. നമ്മളതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഈ ടോപ്പിക്കിന്റെ പേരാണ് ടാക്സോണമി. Now we are discussing the topic taxonomy. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ പേര് മാത്രം കേട്ടിട്ടുണ്ടാവും. നമ്മൾ ടാക്സോണമിയെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, ടാക്സോണമി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ്. ബയോളജിയുടെ ബ്രാഞ്ച് അല്ല. ടാക്സോണമി ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് identification, classification and nomenclature. Okay, taxonomy is the branch of science which deals with മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. ഐഡന്റിഫിക്കേഷൻ, classification and the third one nomenclature. Identification, classification and nomenclature. ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിന്റെയാണ്. ബയോളജിയുടെ ബ്രാഞ്ച് അല്ല. once again I repeat, taxonomy is the branch of science which deals with identification, classification and the third one nomenclature. Identification which deals with identification, classification, nomenclature. ഈ ടാക്സോണമി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിന്റെ പേര് APD Kendall. മറക്കണ്ട. The term taxonomy was first introduced by. ടാക്സോണമി എന്ന് പറയുന്ന ടേം, ഈ വാക്ക് ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് ലോകത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിന്റെ ബയോളജിസ്റ്റിന്റെ പേരാണ് APD Kendall. APD Kendall എന്ന് പറയുന്ന ആളാണ്. The term taxonomy was first introduced. ടാക്സോണമി എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആള് APD Kendall എന്ന് പറയുന്ന ആളാണ്. അതുപോലെ തന്നെ Carl
Linnaeus is considered as father of taxonomy. ടാക്സോണമിയുടെ പിതാവായിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾ ആരെന്ന് ചോദിച്ചാൽ കോൾ ലിനേയസ് ആണ്. ടാക്സോണമി എന്ന് പറയുന്ന ടേം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് APD കെൻഡോൾ. അതുപോലെ തന്നെ ടാക്സോണമിയുടെ ഫാദറായിട്ട് കൺസിഡർ ചെയ്യുന്ന ആള് കോൾ ലിനേയസ് ആണ്. എഴുതുമ്പോൾ കെറോളസ് എന്ന് എഴുതണം, പറയുമ്പോൾ കോൾ ലിനേയസ് എന്ന് പറഞ്ഞാൽ മതി. കോൾ ലിനേയസ് ഈസ് കൺസിഡേർഡ് ആസ് വാട്ട്? ഫാദർ ഓഫ് ടാക്സോണമി. കോൾ ലിനേയസ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കോൾ ലിനേയസിന്റെ ഫേമസ് ആയിട്ടുള്ള 2 ബുക്സ് ആണ് സ്പീഷീസ് പ്ലാന്റേറം. സ്പീഷീസ് പ്ലാന്റേറം. അതുപോലെ തന്നെ രണ്ടാമത്തെ പുസ്തകമാണ് സിസ്റ്റമ നാച്ചുറ. ലിനേയസ് പബ്ലിഷ് ചെയ്ത, അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ പ്രശസ്തമായ 2 പുസ്തകങ്ങളായിരുന്നു സ്പീഷീസ് പ്ലാന്റേറവും അതുപോലെ തന്നെ രണ്ടാമത്തതാണ് ഏതാണ്? സിസ്റ്റമ നാച്ചുറ. ഓക്കെ, കോൾ ലിനേയസിന്റെ ഫേമസ് ആയിട്ടുള്ള 2 വർക്ക് അല്ലെങ്കിൽ ബുക്സ് ആയിരുന്നു സ്പീഷീസ് പ്ലാന്റേറവും അതുപോലെ തന്നെ സിസ്റ്റമ നാച്ചുറ. സ്പീഷീസ് പ്ലാന്റേറത്തില് 5900 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിനെയും സിസ്റ്റമ നാച്ചുറയില് 4200 സ്പീഷീസ് ഓഫ് ആനിമൽസിനെയും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു. സ്പീഷീസ് പ്ലാന്റേറത്തില് 5900ഓളം ചെടികളെയും സിസ്റ്റമ നാച്ചുറയില് 4200ഓളം സ്പീഷീസ് ആനിമൽസിനെ കുറിച്ചും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ കോൾ ലിനേയസ് ഈസ് കൺസിഡേർഡ് വാസ് വാട്ട്? ഫാദർ ഓഫ് ടാക്സോണമി. ടാക്സോണമിയുടെ പിതാവ്. അതുപോലെ തന്നെ സയന്റിഫിക് നൈം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഒരു സയന്റിഫിക് നൈമിൽ 2 വാക്കുകളുള്ള സയന്റിഫിക് നൈമും ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൾ ലിനേയസ് ആണ്. ഇതൊക്കെ കൊണ്ടാണ് കോൾ ലിനേയസ് ഈസ് കൺസിഡേർഡ് ആസ് വാട്ട്? ഫാദർ ഓഫ് ടാക്സോണമി. കോൾ ലിനേയസിനെ ടാക്സോണമിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം ഇതാണ്, മറന്നുപോരുത്. ഓക്കെ, വൺസ് അഗൈൻ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, നോട്ട് ബ്രാഞ്ച് ഓഫ് ബയോളജി. ഒരു സയൻസിന്റെ ബ്രാഞ്ചാണ്. 3 കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ. ഇതിനെ ടാക്സോണമിയെ വേറെ പേരിലൂടെ അറിയപ്പെടുന്നത് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വാട്ട്? സിസ്റ്റമാറ്റിക്സ്. ടാക്സോണമി ഈസ് ആൾസോ നോൺ ആസ് വാട്ട്? സിസ്റ്റമാറ്റിക്സ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ടാക്സോണമി ഈസ് ആൾസോ നോൺ ആസ് വാട്ട്? സിസ്റ്റമാറ്റിക്. ടാക്സോണമി സിസ്റ്റമാറ്റിക്സ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. സിസ്റ്റമാറ്റിക് മീൻസ് വാട്ട്? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസം. ജീവജാലങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? സിസ്റ്റമാറ്റിക്സ് എന്നറിയപ്പെടുന്നുണ്ട്. ജീവജാലങ്ങളെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയും സിസ്റ്റമാറ്റിക്. ഓക്കെ, ടാക്സോണമി ഈസ് ആൾസോ നോൺ ആസ് വാട്ട്? സിസ്റ്റമാറ്റിക്. ടാക്സോണമിയുടെ മറ്റൊരു പേരാണ് സിസ്റ്റമാറ്റിക്. ഓക്കെ, ടാക്സോണമി ഓർ സിസ്റ്റമാറ്റിക് ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് 3 കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഐഡന്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ, classification and nomenclature. Okay, the term taxonomy was first introduced by APD കെൻഡോൾ. ടാക്സോണമി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിന്റെ പേര് APD കെൻഡോൾ എന്ന് പറയുന്ന ഒരാളാണ്. ടാക്സോണമി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ടാക്സോണമിയുടെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആളാണ് കോൾ ലിനേയസ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 3 പുസ്തകങ്ങളാണ് സ്പീഷീസ് പ്ലാന്റേറം. 2 പുസ്തകങ്ങളാണ് സ്പീഷീസ് പ്ലാന്റേറം ആൻഡ് സിസ്റ്റമ നാച്ചുറ. സ്പീഷീസ് പ്ലാന്റേറം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം 5900ഓളം സ്പീഷീസ് പ്ലാന്റിനെയും സിസ്റ്റമ നാച്ചുറ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഏകദേശം 4200 സ്പീഷീസ് ഓഫ് ആനിമൽസിനെയും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും
ഡിസ്കസ് ചെയ്യാം. ടാക്സോണമി ഇലാബറേറ്റ് ആയിട്ട് എന്താണ് ഐഡന്റിഫിക്കേഷൻ, എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്താണ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ പിന്നീട് നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നോമൻക്ലേച്ചർ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ആ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.